ഹലോ ഓൾ, അസ്സാം വലൈക്കും. ഇന്നൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കണത്. ഞങ്ങളുടെ ഡച്ച് ഫ്രണ്ടായ ഹെർ, അതായത് ഇവരാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇഫ്താർ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ടൈം ഒരു വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ്. അപ്പം പുള്ളിയുടെ ഒരു കറക്റ്റ് നല്ലൊരു ഫോട്ടോ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങളവിടെ എത്തിയപ്പം കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി. അപ്പം പുള്ളി ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു സ്റ്റാർട്ടേഴ്സാണ് ഞങ്ങൾക്ക് വെച്ച് തന്നെ. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും പിന്നെ അതുപോലെ ഡേറ്റ്സും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് തന്നെ ലൈക്ക് 3 types ഓഫ് ഡേറ്റ്സ് പുള്ളി വെച്ച് തന്നെ. ലൈക്ക് ഒരെണ്ണം സൗദി, ജോർദാൻ, മൊറോക്കൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ലൈക്ക് 3 types ഓഫ് ഡേറ്റ്സ് ഒക്കെയാണ്. പക്ഷേ ഇത് തന്നെ ഇരുന്ന് എൻ്റെയും ക്വസ്റ്റ്യൻ. പുള്ളിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത്, നിനക്ക് തന്നെ ഡിഫറൻസ് അറിയാം. സൗദി ഡേറ്റ്സ് അത് ഭയങ്കര സ്മോളാണ്, പിന്നെ ഭയങ്കര സോഫ്റ്റുമാണ്. ജോർദാൻ, മൊറോക്കൻ ഡേറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഭയങ്കര ഫ്ലഷിയാണ്. അപ്പം പുള്ളിക്ക് അതൊരു കൗതുകമായി തോന്നിയുകൊണ്ട് പുള്ളി അത് നമുക്ക് ലൈക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സൂപ്പ് വെച്ചിട്ടായിരുന്നു. പുള്ളി നല്ല അടിപൊളി കിടക്കാച്ചി സൂപ്പ് ഉണ്ടാക്കി. ലൈക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേക തരം ബീൻസ്, ലൈക്ക് ഡ്രൈ ബീൻസാണ്. അപ്പം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബീൻസ് വെച്ചിട്ട് പുള്ളി സൂപ്പ് ഉണ്ടാക്കി. അതിനകത്ത് യൂസ് ചെയ്ത സ്പൈസ് എന്ന് പറഞ്ഞാൽ ഗരം മസാല ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻഷാല്ലാ റെസിപ്പി ഒന്ന് നോക്കിയിട്ടൊന്ന് എനിക്കൊന്ന് ട്രൈ ആക്കണം, കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇപ്പോൾ കൈ കാണുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ആ സൂപ്പിൻ്റെ റെസിപ്പി. പുള്ളി അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് നോക്കിയിട്ട് പുള്ളിയും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആളിവിടെ മുനിസിപ്പാലിറ്റിയിൽ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റിട്ടയർഡാണ്, 82 years ഓൾഡാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു 3 course മീലാണ് സെറ്റാക്കിയത്. ഫസ്റ്റ് നട്ട്സും സൂപ്പും ഡേറ്റ്സും എല്ലാം വെച്ച് നമ്മൾ ഇഫ്താർ ഓപ്പൺ ചെയ്ത്, പിന്നെ അതിന് ശേഷം ഇപ്പം ആൾ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സൂപ്പൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളെല്ലാം ആൾ ഡിഷ് വാഷറിൽ വെച്ച് എല്ലാം മാറ്റി ഇപ്പം നമുക്കൊരു ന്യൂ സെറ്റ്സ് ഓഫ് പ്ലേറ്റാണ് കിട്ടിയേക്കണേ, ലൈക്ക് മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളി അത് 2 തരത്തിലാക്കിയേക്കണേ. മക്കൾക്ക് വേണ്ടിയിട്ട് മീറ്റ് ബോൾസ് ഉണ്ടാക്കി, അത്യാവശ്യം വലിയ സൈസ് ആയിരുന്നു ഈ മീറ്റ് ബോൾസ്. പിന്നെ അതേപോലെ നമ്മൾ അഡൾട്ട്സിന് വേണ്ടിയിട്ട് ഒരു ഫിഷ്, അതേപോലെ അതിൻ്റെ സൈഡായിട്ട് കുറച്ച് നമ്മുടെ പൊട്ടാറ്റോവും പിന്നെ ഒരു ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെജിറ്റബിൾ അത് ഇവിടെ കിട്ടാനുണ്ട്. അപ്പം അത് വെച്ചിട്ട് ആൾ സോട്ടാക്കിയിട്ടുള്ളൊരു ഡിഷായിരുന്നു. ഈ ഡച്ചപ്പൂപ്പനായിട്ട് ഞങ്ങൾക്ക് 4 വർഷത്തൊരു പരിചയമാണ് കേട്ടോ. പുള്ളിനായിട്ട് ഭയങ്കര കട്ട കമ്പനിയാണ്. ഇപ്പം 40 years ഓഫ് മാരേജ് കഴിഞ്ഞിട്ട് ആളിപ്പം ഡിവോഴ്സ്ഡാണ്, ഒറ്റക്ക താമസം. മക്കളും അമ്മയും എല്ലാവരും വേറെ ആയിട്ടാണ് താമസിക്കുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ കോഴ്സ്. ലാസ്റ്റ് ഇരിക്കുന്ന ആ ഗ്രീൻ കളറിൽ പറയുന്നത് അതാണ് ഫ്രൈ. പിന്നെ അതേപോലെ സൈഡിൽ പൊട്ടാറ്റോ ഉണ്ട്. ഇതെല്ലാം ഓവൻ ബേക്ക്ഡ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ കാണുന്ന ചെറിയ ബൗളിലുള്ളത് ഈ മീറ്റ് ബോൾസിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്ന ഒരു സോസാണ്, കുറച്ച് മധുരമുള്ള സോസാണ്. അതെനിക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. പുള്ളി പാവം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലേ, അത് കാരണം മിണ്ടാതിരുന്ന് കഴിച്ചു. പിന്നെ ആസ് യൂഷ്വൽ നാട്ടു വർത്തമാനമായി, വീട്ടു വർത്തമാനമായി, പൊളിറ്റിക്സായി. ഇവിടെ ഇപ്പം ഒരു 2 weeks കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും എല്ലാം ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ആ ഫിഷ് സ്റ്റേക്ക്. ഇതിനകത്ത് ചെറിയ മൈൽഡ് രീതിയിൽ സോൾട്ടും പെപ്പറും ഇട്ടിട്ട് ബേക്ക് ചെയ്തതാട്ടോ. നമ്മൾക്ക് ആക്ച്വലി നമ്മുടെ ഒരു രുചി ഇതിലൊക്കെ വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യും. ഞാൻ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഡച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ലൈറ്റ് ഫുഡ് അവർ കൺസ്യൂം ചെയ്യണം. ഭയങ്കര ഇപ്പം ഉപ്പും കുരുമുളകും ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അവർ ഭയങ്കര ലോ എമൗണ്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻസിനൊക്കെ കുറച്ചും കൂടി അതിൻ്റെ മേലെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിൻ കോഴ്സ്. അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പം ഈ സീനിനകത്ത് പുള്ളി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം, ഇതൊക്കെ വെജിറ്റബിൾസ് അല്ലേ, ഇതൊക്കെ നല്ലതാണ് ഹെൽത്തിന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണതാണ് കാണുന്നത്. പുള്ളിയും ഞങ്ങളും തമ്മിലുള്ള പരിചയം വെച്ചിട്ട് പുള്ളി ലാസ്റ്റ് ഇയർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആക്ച്വലി. നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, മുംബൈ, ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഭയങ്കര ഫെമിലിയറാണ് പുള്ളിക്ക്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇയർ 2025 നാട്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 days ട്രിപ്പ് പുള്ളി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് വേണ്ടിയിട്ട്. അപ്പം 10 days കൊച്ചിയിൽ താമസിച്ചു. പിന്നെ ഒരു ആക്ച്വലി 2 weeks എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ
എൻജോയ് ചെയ്യാനും ആ കൾച്ചറൽ ഇതൊക്കെ അറിയാനും പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് ഒരു 1 വീക്ക് സ്റ്റേ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആൾ എൻജോയ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പുള്ളിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടം ശ്രീലങ്കയിലാണ്. ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാമിലി അവരൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോകലും ട്രാവൽ ചെയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി പുള്ളി പറയണത് നമ്മൾ കേരളൈറ്റ്സിനേലും കൂടുതൽ സ്പൈസി ഫുഡാണ് അവർ കഴിക്കുന്നത് ശ്രീലങ്കയൻസ്. അത് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പുള്ളി അതിനോട് നല്ല യൂസ്ഡാണ്. അപ്പോൾ പുള്ളിക്ക് സ്പൈസി ഫുഡൊക്കെ ആക്ച്വലി ഇഷ്ടമാണ്. പക്ഷേ പുള്ളി വളർന്ന ഒരു സാഹചര്യം വെച്ചിട്ട് പുള്ളിയുടെ ഫുഡിൽ അത്രയും സ്പൈസിനെസ് ഇടൂല. അതൊക്കെ വളരെ കുറവായിരിക്കും യൂസ് ചെയ്യുന്നത്. പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഒരു നോമ്പോറ കൊടുത്തോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞ് ഈ വർഷം എന്തായാലും ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ നോമ്പോറ തുറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, ലൈക്ക് അതൊന്നും ആവശ്യമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ഞാൻ എൻ്റെ മോൾക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്, അതായത് ഒരു 20 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പോകുന്ന ഒന്നും നിങ്ങൾ അറിയണ്ട. അപ്പം ഞങ്ങൾ ചോദിച്ചു ഈത്തപ്പഴം ഞങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പം പുള്ളി പറഞ്ഞ് അതുപോലും വേണ്ട, ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വന്നാൽ മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോനകത്ത് കാണുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ഡെസേർട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ലാസ്റ്റിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഡെസേർട്ട് ഇതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആശാൻ ഇത് ഒരു പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത്. ഏറ്റവും താഴത്തെ ലെയർ കേക്കും, പിന്നെ അതുകൂടാതെ അതിൻ്റെ മേലെ കസ്റ്റാർഡിൻ്റെ ഒരു ലെയറും, പിന്നെ അതിൻ്റെ മേലെ ഒരു കുഞ്ഞായിട്ട് സ്ട്രോബെറീസ് കട്ട് ചെയ്തിട്ട് അത് അങ്ങനത്തെ ഒരു ലെയറും, പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ആ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യണതാണ്. 82 ഇയേഴ്സ് ആയ മനുഷ്യനാന്ന് പറയുമോ. ലൈക്ക് എനിക്ക് ഭയങ്കര കൗതുകം കേട്ടോ പുള്ളിയുടെ കാര്യം. പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. അതായത് പുള്ളി ഇപ്പോഴും ജിമ്മിനൊക്കെ പോവും. അതായത് 3 ഡേയ്സൊക്കെ ജിമ്മിന് പോയി ഒന്നൊന്ന് ത്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്ത് ഒന്നൊന്ന് സ്വെറ്റായി. അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ത്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ജിമ്മിന് പോയി ആക്റ്റീവായി ഇരിക്കാനും. പിന്നെ അതേപോലെ പുള്ളി നടക്കാനൊക്കെ പോവും. അതായത് ഒരു കുഞ്ഞി ബാക്കൊക്കെ ഇട്ട് അതിനകത്ത് വെള്ളവും കുറച്ച് ലഞ്ചിനായിട്ട് ബ്രെഡും ചീസൊക്കെ വെച്ച് ആൾ നടക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു 35-40 കിലോമീറ്ററൊക്കെ നടക്കാൻ പോണേ. സൈക്ലിങ്ങും ഉണ്ട് ആശാന്. അതാണെങ്കിൽ ഒരു 80 കിലോമീറ്റേഴ്സൊക്കെ അങ്ങനെ അങ്ങ് സൈക്കിൾ ചെയ്ത് പോകും. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡച്ച് അപ്പൂപ്പൻ ഞങ്ങൾക്ക് തന്ന സൽക്കാരം. അപ്പം ഈ കുട്ടി വ്ളോഗ് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ദെൻ ബൈ.